പിഴവുകളില്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങളിൽ കെ സ്മാർട്ട് വഴി നൽകുന്ന അപേക്ഷകളിൽ 30 സെക്കൻഡിൽ കെട്ടിട നിർമ്മാണ പെർമിറ്റ് നൽകുന്ന വ്യവസ്ഥകളടക്കം കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിൽ സമഗ്ര മാറ്റത്തിന് സർക്കാർ നീക്കം. 117 ചട്ടങ്ങളിൽ 200-ലധികം ഭേദഗതികളാണ് വരുന്നത്. കേരളത്തിന്റെ സ്ഥലപരമായ പരിമിതികളും സവിശേഷതകളും പരിഗണിച്ച് പ്രത്യേക ഇളവുകളും നൽകും. തദ്ദേശ അദാലത്തിലും നവകേരള സദസ്സിലും ഉയർന്ന നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ചാണ് തദ്ദേശ വകുപ്പിന്റെ നടപടി. കെ സ്മാർട്ട് വഴിയുള്ള ഡിജിറ്റൽ പരിശോധനയിൽ പിഴവില്ല എങ്കിൽ 300 ചതുരശ്ര മീറ്റർ വരെ വിസ്തീർണമുള്ള ഇരുനില വീടുകൾക്ക് അപേക്ഷിച്ചാൽ ഉയരം പരിഗണിക്കാതെ ഉടൻ കെട്ടിട നിർമ്മാണ പെർമിറ്റ് നൽകും. സ്ഥലപരിശോധന ഇല്ലാതെയാണ് പെർമിറ്റ് അനുവദിക്കുക. ഇത് പൂർണ്ണ സജ്ജമാകാൻ റവന്യൂ വകുപ്പിന്റെ ഡിജിറ്റൽ സർവേ കൂടി പൂർത്തിയാകാനുണ്ട്. ഇരുനില വീടുകളിൽ പലതിന്റെയും ഉയരം 7 മീറ്ററിൽ കൂടുതലാണ് എന്നതിനാൽ ഇളവുകൾ ലഭിക്കുന്നില്ല എന്ന പരാതി ഇതോടെ ഒഴിവാകും. വാണിജ്യ കെട്ടിടങ്ങൾക്ക് സെൽഫ് സർട്ടിഫിക്കറ്റ് പെർമിറ്റ് നൽകാനുള്ള വിസ്തീർണവും വർദ്ധിപ്പിക്കും. നിലവിൽ 100 ചതുരശ്ര മീറ്റർ എന്നത് 250 ചതുരശ്ര മീറ്ററായി ഉയർത്തും. ഇതോടെ ഒട്ടേറെ ചെറുകിട ഇടത്തരം വാണിജ്യ കെട്ടിടങ്ങളുടെ നിർമ്മാണങ്ങൾക്ക് അപേക്ഷിച്ചാൽ ഉടൻ അനുമതി ലഭിക്കും. കൂടാതെ വീടുകൾക്ക് മുകളിൽ സംരക്ഷണം ഒരുക്കാൻ ഷീറ്റും ഓടും കൊണ്ട് നിർമ്മിക്കുന്ന മേൽക്കൂരകളുടെ ഉയരത്തിൽ ഇളവ് അനുവദിക്കും. ടെറസിൽ നിന്ന് ഷീറ്റിലേക്കുള്ള ഉയരം 2.4 മീറ്ററിൽ കൂടാൻ പാടില്ലെന്ന നിബന്ധനയോടെ 3 നിലകൾ വരെയുള്ള വീടുകൾക്കാണ് ഈ ഇളവ്. ഇതിനായി പ്രത്യേക ഫീസോ അനുമതിയോ ഇനി വേണ്ടിവരില്ല.